ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഇന്ന് എക്സിറ്റ് പോൾ വന്ന ചർച്ചകളിലാണല്ലോ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ വോട്ടെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് അവസാനിച്ച സമയത്താണ് എക്സിറ്റ് പോളുകളുടെയൊക്കെ റിസൾട്ട് വന്നിരിക്കുന്നത്. എക്സിറ്റ് പോളുകളും സർവേകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സർവേകളിൽ അവസാന ഘട്ടം വരെ അഭിപ്രായങ്ങൾ മാറിമറിയാം. എക്സിറ്റ് പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള കാഴ്ചപ്പാടാണ് എന്നതാണ് അതിന്റെ വ്യത്യാസം. അതായത് ഒരാൾ വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുന്ന അഭിപ്രായം, അപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സർവേ എന്നാണ് ഇതിന്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഒരു കൂട്ടം സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. 1ഉം 2ഉമല്ല, ഒരു കൂട്ടം എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മുഴുവൻ എക്സിറ്റ് പോളുകളും നമുക്ക് താരതമ്യം ചെയ്യുവാൻ അതിന്റെ ഇതൊക്കെ അവതരിപ്പിച്ചു വരുമ്പോഴേക്ക് വലിയൊരു ടൈം ആവും. നമ്മൾ മൊത്തത്തിലൊന്ന് അതിന്റെ ചുരുക്ക വിവരം പങ്കുവെക്കുകയാണ്. കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ തുടർ ഭരണം തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. സ്റ്റാലിൻ തുടരും എന്ന് തന്നെയാണ്. വിജയിയുടെ പാർട്ടിക്ക് സീറ്റുണ്ട്, മോശമല്ലാത്ത ഒരു സീറ്റ് പ്രവചിക്കുന്നു. ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ BJP തന്നെയാണ് അവിടെയും തുടർന്ന് ഭരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ഭരണം അവസാനിക്കുന്നു, BJP അധികാരത്തിലെത്തുന്നു എന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. പോണ്ടിച്ചേരിയിലെ ഒരു തുടർ ഭരണം തന്നെയാണ്. പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണല്ലോ നമുക്ക് കൂടുതൽ അതിന്റെ അറിയാനുള്ള താല്പര്യം. കേരളത്തിലെ ഒരു കൂട്ടം എക്സിറ്റ് പോൾ സർവേകളാണ് ഇന്ന് പുറത്തുവിട്ടത്. അതിൽ നമ്മൾ മൊത്തത്തിലൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ UDF തരംഗം തന്നെയാണ് പ്രവചിക്കുന്നത്. ഇതിൽ മലയാളത്തിലുള്ള ചാനലുകൾ നടത്തിയതുമുണ്ട്, മറ്റുള്ള ചാനലുകൾ നടത്തിയതുമുണ്ട്. ഏകദേശം 82 മുതൽ 94 സീറ്റ് വരെയാണ് UDFന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. LDF 44 മുതൽ 56 സീറ്റ് വരെയും NDA 1 മുതൽ 3 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. ഇതിൽ ചില എക്സിറ്റ് പോളുകൾ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എല്ലാവരും ഭരണം കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നത് UDFന് തന്നെയാണ്. UDF 43% വോട്ട് നേടും എന്ന് ചിലരൊക്കെ പറയുന്നു. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3% കൂടുതൽ. LDF ആണെങ്കിൽ 38% വോട്ട് വീതമാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 7% കുറവാണിത്. NDA 14% വോട്ട് വീതം പ്രവചിക്കുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3% കൂടുതലാണ്. ഇതാണ് ഏകദേശം എല്ലാ എക്സിറ്റ് പോളുകളെയും നമ്മളൊന്ന് കൂട്ടിക്കിഴിച്ച് നമ്മൾ അതിന്റെ ഒരു പ്രവചനത്തിലെത്തുന്നത്. വടക്കൻ മധ്യ കേരളത്തിൽ UDFന് തന്നെയാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ 33 മുതൽ 37 വരെ സീറ്റുകൾ UDF വിജയിക്കുമെന്ന് ചില എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നു. LDF 11 മുതൽ 15 വരെ സീറ്റുകളാണ് ചില എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നത്. മധ്യ കേരളത്തിൽ 55 സീറ്റുകളിൽ 31 മുതൽ 35 വരെ സീറ്റുകൾ UDF നേടുമെന്ന് പറയും. LDF ആണെങ്കിൽ 18 മുതൽ 22 വരെ. ശക്തമായ മത്സരമാണ് എല്ലായിടത്തും നടന്നത് എന്ന് തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളുടെ ഇന്നത്തെ ഈ പുറത്തുവിട്ട ഇനിയും വരാനുണ്ടായിരിക്കും. ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയി വീണ്ടും ഇതുവരെ വേറെ ചാനലുകളുടെയൊക്കെ എക്സിറ്റ് പോളുകളും സർവേ മറ്റ് ഏജൻസികളുടെ ഒക്കെ എക്സിറ്റ് പോളുകളും ഇനിയും വരാനുണ്ടായിരിക്കും. ഏതായാലും ഇതുവരെ വന്നത് ഒക്കെ കൂട്ടി നോക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളൊക്കെ നമ്പറുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും UDFന് തന്നെയാണ് ഭരണം പ്രവചിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ UDFന് തന്നെയാണ് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത്.
നമ്പറുകളിൽ ചില മാറ്റങ്ങൾ മാത്രമാണ് വ്യത്യാസം. വോട്ട് വിഹിതത്തിലും ചെറിയ കാര്യമായ മാറ്റങ്ങളൊന്നും വോട്ട് വിഹിതത്തിലും മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നില്ല. ഏകദേശം ഞാൻ ഈ പറഞ്ഞ കണക്കിലൊക്കെ തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്പറുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് ഒഴിച്ചാൽ UDF-നാണ് ഭരണം എന്ന് തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. അപ്പോൾ UDF ക്യാമ്പുകളിൽ ഒരു സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി 4-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ. ഏതായാലും അന്തിമ വിധി 4-ാം തീയതിയാണല്ലോ നമുക്ക് അത് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളൊക്കെ UDF-ന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് അനുകൂലമായ ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ എല്ലായിടത്തും പ്രവചിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനം നേടാൻ പോകുന്നത് BJP ആണ് എന്നതും യാഥാർത്ഥ്യമാണ്. എക്സിറ്റ് പോളുകളുടെ കണക്കനുസരിച്ച് പശ്ചിമ ബംഗാളും ആസാമും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയും BJP നിലനിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുകയും ആസാമിൽ തുടർഭരണവും പോണ്ടിച്ചേരിയിൽ തുടർഭരണം. ഇതാണ് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്. തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ തുടരും എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളുടെ ഒരു കൂട്ടിയോജിപ്പിക്കലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളുടെ നമ്പറുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അവർ വന്ന എക്സിറ്റ് പോളുകളുടെ മൊത്തത്തിലുള്ള ഒരു മുൻതൂക്കം അതാണ് ഇപ്പോൾ പ്രവചിച്ചത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് തന്നെയാണ് മുൻതൂക്കം മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. നമ്പറുകളിൽ ചില സീറ്റുകളുടെ നമ്പറുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ UDF തന്നെയാണ് കൂടുതൽ സീറ്റ് നേടുക എന്ന് തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഏതായാലും ഇനി 4-ാം തീയതി വരെ കാത്തിരിക്കാം. 4-ാം തീയതി വരെ UDF ക്യാമ്പുകളിൽ വളരെ ആശ്വാസം നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനിയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയും മറ്റന്നാളും ഒക്കെയായി എക്സിറ്റ് പോളുകൾ ഇനിയും പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ഇനിയും മുന്നോട്ട് പോകും. ഏതായാലും തിങ്കളാഴ്ച നമുക്ക് അതിന്റെ അന്തിമ വിധി വരുന്നത് വരെ കാത്തിരിക്കാം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.